ചൂടാക്കിയ നല്ല സോഫ്റ്റ് ആയിരിക്കും. മാവും നല്ല അരിമാവിന്റെ മണം വരും. കളറൊന്നും മാറണ്ടല്ലോ അല്ലേ? ഇല്ല, ഒന്ന് ചൂടാക്കിയാൽ മതി. വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതി. പച്ച മണം പോകും അരിന്റെ. ഇതിപ്പോ ചൂടാറിയിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച വെള്ളം ഒഴിക്കും. വറുത്ത് പൊടി വറുക്കണം. വറുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പ് പാകത്തിനിട്ട് ചുടുവെള്ളം തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് കരണ്ടിയും കൊണ്ടേ ഇങ്ങനെ അമത്തി കുഴക്കണം അല്ലേ? ഇതിപ്പോ എത്ര പേർക്കുള്ളതാണ്? ഇതിപ്പോ നിങ്ങൾക്ക് 3 ആൾക്ക് എടുത്തിട്ടുണ്ട്. 3-4 പേർക്ക് കഴിക്കാം അല്ലേ? 4 പേർക്ക് കഴിക്കാം. തിളച്ച വെള്ളമാണ് കേട്ടോ. എത്ര ഒഴിക്കണം എന്ന് എങ്ങനെ അറിയും? ഇത് കപ്പിൽ പാകത്തിൽ നോക്കി ഒഴിക്കുക അല്ലേ? ഇങ്ങനെ കരണ്ടിയും കൊണ്ട് നസുക്കിയിട്ടേ കുഴക്കണം. കൈ കൊണ്ട് ഇതിലിപ്പോൾ കുഴക്കാൻ പറ്റില്ല, ചൂടല്ലേ. ആവി വരുന്നുണ്ടല്ലോ. കട്ടയില്ലാണ്ട് കുഴക്കണം. കട്ടയില്ലാണ്ട് കുഴക്കണം. ഇതെങ്ങനെ അറിയോ ആയോന്ന്? ഇതാ നമ്മളിപ്പോ ഇങ്ങനെ ഈ കുഴച്ചിലിപ്പോ അപ്പൊ ഇതെങ്ങനെ പിടിച്ചു നോക്കുക. അങ്ങനെ ഒട്ടാണ്ട് വരണം. കയ്യില് പോലെ ഒട്ടുള്ള കയ്യില് ഒട്ടാണ്ട് വരണം. മയമായില്ലിപ്പോ. നല്ല മയമായിണ്ട്. അതെ, ഇങ്ങനത്തെ ഇതിൽ തന്നെ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും എണ്ണ ഇത്തിരി ഇതിൽ പരട്ടണം. മാവ് ഇങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കഷ്ടം ഉണ്ടാവില്ല അങ്ങനെയാകുമ്പോൾ. ഇല്ലെങ്കിൽ ആവിയിൽ വേകണം. ആവി ഒരു 3 ആവി ഇങ്ങോട്ട് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ஸோ இன்றைக்கி ராத்திரி டின்னருக்கு இடியாப்பவும் குருமாவும். குருமா என்னோட பிள்ளை பண்ணினான். அண்ட் இடியாப்பம் வந்து அம்மாவோட ஹெல்ப்பர், ஒன் ஆஃப் மை அம்மாஸ் ஹெல்ப்பர், செல்வி சேச்சி. ஷீ இஸ் அ வெரி குட் குக். ஷீ நோஸ் அ லாட் ஆஃப் திங்ஸ் அண்ட் ஐவ் லேர்ன்ட் அ லாட் ஃப்ரம் ஹர். ஷீ டிட் இட்.